നമസ്കാരം. എൻ്റെ പേര് അമ്പിളി. ഞാൻ ശ്രീകൃഷ്ണ കോളേജിലെ ഇക്കണോമിക്സ് വിഭാഗം അധ്യക്ഷയാണ്. ഇത്തരത്തിലൊരു സംഗമത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. കേൾക്കണുണ്ടോ വിചാരിക്കണം. ഞാൻ ഇടപെടുന്നത് കൗമാരപ്രായക്കാരായ കുറേ കുട്ടികളെയാണ്. എൻ്റെ കോളേജിലെ ഏറ്റവും വലിയ ഡിപ്പാർട്ട്മെൻറ്റുമാണ് എൻ്റെ. 60 കുട്ടികളെയാണ് ഒരു സമയം ഒരു ക്ലാസ്സിൽ ഞാൻ കാണുന്നത്. നമ്മളെ ഭയപ്പെടുത്തുന്ന ഏറ്റവും വലിയ കാര്യം, സാറ് പറഞ്ഞ പോലെ സുഖവും സന്തോഷവും തമ്മിൽ അവർ സന്തോഷിക്കുന്നുണ്ട്. കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ ഗംഭീരമായിട്ട് നടക്കും. ഓണമൊക്കെ ഞങ്ങൾ 4 ദിവസം, ക്രിസ്മസ് 4 ദിവസം, ജാതി മതഭേദമന്യേ ഞങ്ങളെല്ലാം ആഘോഷിക്കും. ഈ ആഘോഷങ്ങളിലൊക്കെ കാണുന്നത് ബോധമില്ലാതെ ഡാൻസ് കളിക്കുന്ന കുട്ടികളെയാണ്. ഞങ്ങളെല്ലാവരും ഈ സന്തോഷങ്ങളിലൊക്കെ ഞങ്ങളും പങ്കെടുക്കും, ടീച്ചേഴ്സ് എല്ലാവരും. പക്ഷേ നമുക്ക് ആ കുട്ടികളുടെ ആഘോഷത്തിൽ നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല. അതിലൊരു മെജോറിറ്റിയാണ് ഡോമിനേറ്റ് ചെയ്യുന്ന കുറച്ച് കുട്ടികളുണ്ട്. അവർ ലഹരിയാണ് അവർ ചെയ്യുന്നത്. ഞാൻ ഇതിനു മുൻപ് കുറേ വിദേശ സർവകലാശാലകളിൽ ജോലി ചെയ്തിട്ടുണ്ട്. അവിടെയും ഇതാണ് അവസ്ഥ. അവിടെ ആഘോഷങ്ങളല്ല, ഒരു ക്ലാസ് കഴിഞ്ഞാൽ അവർ പുറത്ത് പോയിട്ട് സിഗരറ്റ് വലിക്കും. നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇതിനു മുൻപ് ഞാൻ വർക്ക് ചെയ്തിരുന്ന ഒരു നമ്മുടെ തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊന്നായ NITയിലും BITSലും ഡ്രഗ്സ് ഉപയോഗിക്കുന്ന കുട്ടികളെ നമ്മൾ കൗൺസിലേഴ്സായിട്ട് ടീച്ചേഴ്സിൻ്റെ അടുത്ത് കുറച്ച് പേരുടെ അടുത്ത് വിടും. അപ്പോൾ അതിലൊരു കുട്ടി, ഒരു മലയാളി കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞത്, എൻ്റെ മിസ്സേ എക്സാം എഴുതുന്നതിന് മുമ്പ് കുറച്ചിത് കഴിച്ചാൽ എൻ്റെ നെർവ്സൊക്കെ ഉദ്ദീപിക്കും, അപ്പോൾ എനിക്ക് കൂടുതൽ എഴുതാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഒരു ചോക്ലേറ്റ് എങ്കിലും അവിടെ ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാ എക്സാമിൻ്റെ ടേബിളിൻ്റെ മുന്നിലും കുട്ടികളുടെ അടുത്ത് ചോക്ലേറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അവരോട് നമ്മൾ പറയുമ്പോൾ അത് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ് എന്നുള്ള രീതിയിലാണ്. കാരണം അവർ നമ്മളെക്കാളും ലോകം കൂടുതൽ അറിയുന്നവരാണ്, കൂടുതൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വരുന്ന കുട്ടികളാണ് എന്നുള്ള ധാരണയാണ്. എന്നാൽ ഇപ്പോഴത്തെ എൻ്റെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് എവിടെ നിന്നാണ് കിട്ടുന്നത്, എങ്ങനെയാണ് കിട്ടുന്നത്, ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ എൻ്റെ ഒരു കസിൻ, വളരെ സക്സസ്ഫുള്ളായ ഒരു മനുഷ്യനാണ് അനൂപ്, ഇവിടെ തൃശ്ശൂരുണ്ടായിരുന്ന, അവൻ ആത്മഹത്യ ചെയ്തു. നമ്മളെല്ലാവരും ഞെട്ടിയൊരു സംഭവമാണ്. അപ്പോൾ നമ്മൾ കുട്ടികളെ ലഹരിയിൽ നിന്നൊക്കെ മാറ്റി, അനൂപിന് പാടാനും ഒക്കെ കഴിവുള്ളൊരു കുട്ടിയായിരുന്നു. ഗിത്താർ വായിക്കുമായിരുന്നു, ഇടയ്ക്ക് വായിക്കുമായിരുന്നു. നമ്മളൊക്കെ ഭയങ്കര സ്നേഹത്തോടു കൂടിയും അഭിമാനത്തോടു കൂടിയും നോക്കിയിരുന്നൊരു കുട്ടിയാണ്. ഈ 2 കാര്യങ്ങളും ഉണ്ട്. ഒന്ന്, ഒരു ഭാഗത്ത് നമ്മുടെ കുട്ടികൾ ലഹരിക്ക് അടിമയാവുന്നു. ടീച്ചേഴ്സ് എന്ന നിലയിൽ ഇപ്പം ഞങ്ങൾ കൂടുതൽ പറഞ്ഞാൽ നാളെ എന്താവും, ടീച്ചർ തള്ള വൈബും കൊണ്ടുവന്ന് ഞങ്ങളെ ഉപദ്രവിക്കണം. വീട്ടിൽ പറഞ്ഞാൽ അമ്മയും അച്ഛനും ടീച്ചേഴ്സ് പറയുന്നതിൻ്റെ പകുതി എടുക്കുള്ളൂ, ബാക്കി നമ്മുടെ കുട്ടിയാണ്. എൻ്റെ കുട്ടി അങ്ങനെയൊന്നും ചെയ്യില്ല. ഞാൻ വിളിക്കുമ്പോൾ എൻ്റെ മോൻ എല്ലാ ക്ലാസ്സിലും കയറുന്നുണ്ടെന്ന് അവൻ പറയുന്നുണ്ട്. കയറുന്നില്ല എന്ന് എനിക്കറിയാം. പക്ഷെ അത് പറയുമ്പോൾ ഒരു അമ്മയോ അച്ഛനോ സമ്മതിച്ചു തരൂല്ല. എന്താണ് ഒരു ടീച്ചർ എന്ന നിലയിൽ ഇപ്പോൾ മൂല്യബോധം ഉണ്ടാക്കാൻ നമുക്ക് നാമജപം പറഞ്ഞാൽ ഞാൻ വേറെ ഒരു തലത്തിലെത്തും. നാളെ സോഷ്യൽ മീഡിയ എന്നെ ആഘോഷിക്കും. അപ്പോൾ എനിക്ക് എൻ്റെ ഭാഗത്ത് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. എന്താണ് ചെയ്യുക? നമ്മൾ സ്നേഹിക്കുന്നു, കൂടെ നിൽക്കുന്നു, ഞങ്ങൾക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ലെങ്കിലും ഞങ്ങളും റീൽസ് എടുക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട് മക്കളെ കൂടെ നിർത്താൻ. എൻ്റെ കുഞ്ഞാണ്, എപ്പോഴും ആദ്യം തുടങ്ങാൻ ഞങ്ങൾ എൻ്റെ മക്കളെ എന്ന് വിളിച്ചിട്ടാണ് പറയുക. പക്ഷേ ഇവിടെ നിന്നൊക്കെ നമ്മുടെ കുട്ടികളെ വിട്ടുപോകുന്നു. എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? അല്ലെങ്കിൽ ടീച്ചേഴ്സിന്, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും നിങ്ങളുടെ മക്കളെ എങ്ങനെ ആക്കണം, നിങ്ങൾ ടീച്ചേഴ്സിൽ നിന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ഒന്ന് പറഞ്ഞു തരികയാണെങ്കിൽ വലിയ ഉപകാരമായി. ടീച്ചറെ പോലെ ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയട്ടെ. നമ്മൾ ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, വിദ്യാഭ്യാസം കൊണ്ട് എന്തിനാണ് നമുക്ക് വിദ്യാഭ്യാസം എന്ന് ചോദിച്ചാൽ ജോലി കിട്ടാനാണ്. ജോലി കിട്ടിക്കഴിഞ്ഞു, വിദ്യ അവസാനിച്ചു, വിദ്യാഭ്യാസം അവസാനിച്ചു, ജോലിയോടുകൂടി എല്ലാം അവസാനിച്ചു. ഇത് ആ കുട്ടികളുടെ ഉള്ളിൽ തന്നെയല്ല, ചെറുപ്പം മുതലേ കുട്ടി എങ്ങനെയാണ് വളർന്നു വരുന്നത്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ വരെ എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറയാം. കുട്ടിക്ക് എന്താണ് അഭിരുചി എന്ന് വെച്ചാൽ അതിൻ്റെ ക്ലാസ്സിന് കൊണ്ടുവിടും നമ്മൾ. കുട്ടികൾ അവിടെ ആ ക്ലാസ്സിന് കൊണ്ടുവിടും എന്നുള്ളത്, ക്ലാസ്സിന് കൊണ്ടുവിടും, അവിടുന്ന് പഠിക്കും. അതായത് ഞാൻ അറിയുന്ന എല്ലാ രക്ഷിതാക്കളുടെയും സ്ഥിതി, ഒരുപാട് പേര്, ഒരു മെജോറിറ്റി പ്രത്യേകിച്ച്, അത്യാവശ്യം ജീവിക്കാൻ ബുദ്ധിമുട്ടില്ല, ഭക്ഷണം കഴിക്കാനുണ്ട്, കുട്ടികൾക്കും യാതൊരു പ്രയാസമില്ല. അങ്ങനെയൊക്കെയുള്ളൊരു വീടുകളിൽ നിന്ന് വരുന്ന കുട്ടികൾ പൊതുവെ ചെയ്യുന്നത്, അവരെ രാവിലെ നേരം പുലർന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ കൊണ്ടുവിടും വയലിൻ പഠിപ്പിക്കാൻ.
രണ്ടാമത് അത് കഴിഞ്ഞ് കൊണ്ടുവിടും അടുത്ത ക്ലാസ്സിന്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വന്ന് നേരെ സ്കൂളിൽ പോയി. അത് കഴിഞ്ഞ് അവിടുന്ന് 3:30-ക്കോ 4:30-ക്കോ തിരിച്ചെത്തും. ഈ 4:30 മുതൽ 5:30 വരെ അടുത്ത ട്യൂഷൻ. 5:30-ക്ക് ട്യൂഷൻ കഴിഞ്ഞ് കുട്ടി അടുത്ത പരിപാടിക്ക് പോകും. അതായത് ഈ അച്ഛനും അമ്മയും തമ്മിൽ ഒന്ന് സംസാരിക്കാനോ നമ്മുടെ കുടുംബത്തിലെ ബന്ധങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാനോ ഈ ലോകത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ എന്താണ്, അതായത് ഈ ജോലി കിട്ടിയാൽ എല്ലാം ആയോ? ജോലി കിട്ടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും, തീർച്ചയായിട്ടും സന്തോഷം ഉണ്ടാവും. എല്ലാ മാസവും ശമ്പളം കിട്ടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ എന്താ, വീട് വെക്കണമെന്ന് ആഗ്രഹിക്കും, വീട് വെക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. വീട് വെച്ച് കുറച്ചു കാലം കഴിയുമ്പോൾ അടുത്ത സന്തോഷം എന്താണോ ആ സന്തോഷം ഉണ്ടാവും. ഈ സന്തോഷം മുഴുവൻ കഴിഞ്ഞിട്ട് ആത്യന്തിക സന്തോഷം എവിടെയൊക്കെ അവസാനിക്കുന്നത് പോലെ നമുക്ക് തോന്നും. ഇതാ കുട്ടിയെ മനസ്സിലാക്കുക അല്ലാതെ വേറെ ഒരു രക്ഷയില്ല ടീച്ചറെ എന്നെനിക്ക് തോന്നുന്നു. അതായത് ഭൗതികമായിട്ടുള്ള നമ്മുടെ പുരോഗതികളല്ല നമ്മുടെ പ്രധാനപ്പെട്ട ആനന്ദത്തിൻ്റെ അടിസ്ഥാനം എന്ന് കുട്ടി മനസ്സിലാക്കാൻ 80 വയസ്സാവണമെന്നില്ല. അത് മനസ്സിലാക്കാൻ 10 വയസ്സിലും ചെറുതായിട്ട് നമ്മൾ തുടങ്ങണം എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. അത് ഒരു വലുതായി കഴിഞ്ഞ കുട്ടികളിൽ ഇനി ഇടപെടാൻ ബുദ്ധിമുട്ടാണ്. നമ്മളൊക്കെ പഠിച്ച കാലഘട്ടത്തിൽ, ഇപ്പം ഞാനൊക്കെ പഠിച്ച ടെക്സ്റ്റ് ബുക്കിനകത്ത് ആദാമിൻ്റെ മകൻ അബു, അതുപോലെ എന്താണ് ഊർമിള എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടെക്സ്റ്റ് ബുക്സും കുറേ സാധനങ്ങളും കുറേ കഥാംശങ്ങളും കുറേ എന്തെന്നാണെന്ന് അറിഞ്ഞൂടാ. ശാരിക പൈതലേ ചാരുഷി കുറച്ച് ഭാഗം ഉണ്ടാവുള്ളൂ. വരിക ആരോമലേ കഥാശേഷവും ചൊല്ലു നീ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എന്താ ഇപ്പം കുട്ടി തത്ത കഥ പറയേ. കുട്ടി ഒരു അത്ഭുതത്തോടു കൂടിയാണ് ഇത് നോക്കുന്നത്. തന്നെയല്ല എന്താണ്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് മാരീചൻ മാനായിട്ട് വന്ന ആ ഭാഗം. കുഞ്ഞൊരു 8 പദ്യമേ ഉള്ളൂ. പക്ഷെ മാരീചൻ മാനായിട്ട് വന്നിങ്ങനെ പിന്നെ സീതയുടെ മുമ്പ് കൂടി നടക്കുന്ന ആ ഭാഗങ്ങളൊക്കെ എനിക്കൊക്കെ പഠിക്കാനുണ്ടായിരുന്നു. അതായത് ചെറിയ 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 ഇത്തരം പല മതങ്ങളുടെയും ഭാഗങ്ങളായിട്ടുള്ള കഥാംശങ്ങളൊക്കെ കുട്ടികളെ പഠിപ്പിച്ചിരുന്നു. അതായത് എന്തോ ഒരു ഇൻകൾക്കേഷൻ ഇതോടൊപ്പം നടന്നിരുന്നു. ഇന്ന് അതില്ല. അതായത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മതേതരത്വം നഷ്ടമായി. അവിടെയാണ് നമ്മൾ പരാജിതരാകുന്നത്. അത് സിലബസ് വെച്ച് നമ്മൾ പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് അത് തുടങ്ങിയേ പറ്റുള്ളൂ. അതായത് നാളെ എൻ്റെ കുട്ടി ഈ സമൂഹത്തിന് മുതൽക്കൂട്ടാവുന്ന ഒരു കുട്ടിയായിട്ട് വളരണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു രക്ഷിതാവ്, അവൻ അമേരിക്കയിൽ പോയി ജോലി ചെയ്യണമെന്ന് മാത്രം ആഗ്രഹിച്ചാൽ പോരാ. അവൻ എൻ്റെ മകനായിട്ട് ഈ ലോകത്തിൽ അവൻ്റേതായിട്ടുള്ള ഒരു വ്യക്തിത്വം ഈ ലോകത്തിന് നൽകിക്കൊണ്ട് അവൻ ഇവിടുന്ന് യാത്രയാവണം എന്ന് വിചാരിക്കാൻ രക്ഷിതാവിന് സാധിക്കണം, നിർബന്ധമായിട്ട് സാധിക്കണം. അപ്പോൾ ആദ്യമൊക്കെ ഇയാൾ പറഞ്ഞ പോലെ ഇപ്പം ഞാനൊക്കെ എൻ്റെ മകനോട് നാമം ജപിക്കും മോനെ എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം ജപിക്കണം അമ്മേ എന്ന് ചോദിക്കും. 10 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ അവൻ നമ ശിവായ, നാരായണായ നമ, അച്യുതായ നമ ഇങ്ങനെ ജപിക്കും. 10 പ്രാവശ്യം ആയിക്കഴിഞ്ഞാൽ മതിയല്ലേ എന്ന് ചോദിക്കും. ഇതൊക്കെ കുട്ടികളുടെ സ്വഭാവമാണ്. കുട്ടികളുടെ ആ എല്ലാ കുറുമ്പും സ്വഭാവവും ഒക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ മെല്ലെ 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 ഈ ഒരു കൾച്ചർ ഇൻകൾക്കേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാധ്യത എന്ന് ഞാൻ തോന്നുന്നു. അങ്ങനെ ആകുമ്പോൾ ലഹരിക്ക് വേണ്ടി പുതിയൊരു ലഹരി അവർ തേടില്ല. അതായത് ഈ പുറത്ത് കിട്ടുന്ന ആത്മാവിലേക്ക് അന്വേഷിക്കാതെ പുറത്ത് നിന്ന് കിട്ടുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും എവിടെയെങ്കിലും ഒന്ന് അവസാനിക്കുന്നതാണ് എന്ന് ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ എന്ത് വിദ്യാഭ്യാസവും പൊസിഷനും പദവിയും ഒരു പരാജയമാണ് എന്ന് തന്നെയാണ് നമ്മുടെ പാരമ്പര്യം നമ്മളെ പഠിപ്പിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്.